Namaste, those who are new here, I'm Dr. Susan Kaur, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടോക്സിക് ഈഗോ ആണ്. നമുക്ക് ഈഗോയെ പറ്റിയൊക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ടോക്സിക് ഈഗോ നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് ടോക്സിക് ഈഗോ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെ കൊണ്ടാണ് അത് വരുന്നത്, വാട്ട് കോസസ് ദാറ്റ് ആൻഡ് ഹൗ ടു ഓവർകം ഇറ്റ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. ടോക്സിക് ഈഗോ എന്ന് പറയുന്നത് സാധാരണ ഈഗോ പല തരത്തിലുള്ള ഈഗോ നമുക്കറിയാം. നമുക്ക് ചൈൽഡ്, അഡൾട്ട്, പേരന്റ് ഈഗോ, അങ്ങനെ പല രീതിയുണ്ട്. ഇത് സുപ്രീഗോ, ഈഗോ, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ടോക്സിക് ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഉണ്ടാവും. ഭയങ്കരമായിട്ട് ആ സെൽഫ് ഇമ്പോർട്ടൻസ് ഇൻഫ്ലേറ്റഡ് ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, അരഗൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും. അങ്ങനെ ടോക്സിക് ഈഗോ ഉള്ളവർ ഉണ്ടായിരിക്കും. അവർക്ക് എപ്പോഴും ഒരു ഡിഫെൻസീവ് ബിഹേവിയർ ആയിരിക്കും. എപ്പോഴും ഒരു കൺഫ്രണ്ട് ചെയ്യാനും നമ്മളെ എതിർക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. അവരൊരു പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുക. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് സീറ്റഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നീഡ് വാലിഡേഷനും, അതുപോലെ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് എൻ്റെ വേ മാത്രമേ നടക്കത്തുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോകാം, ഇത് ഇങ്ങനെ നടക്കത്തുള്ളൂ എന്ന് പറയുന്ന ആ രീതിയിലുള്ള നേച്ചറും ഇതൊക്കെ ഉള്ളവരാണ് ഈ എന്താ പറയുക, ടോക്സിക് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടോക്സിക് ഈഗോ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് സീറ്റഡ് ഇൻസെക്യൂരിറ്റി ഉള്ള വ്യക്തികൾ അവരുടെ വൾണറബിലിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കാണിക്കുന്ന സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഈവൻ സെൽഫ് റൈച്ചിയസ് ആയിട്ട് വരുന്നതും സെൽഫിഷ് ആയിട്ടുള്ള, അൺഎമ്പത്തറ്റിക് ആയിട്ടുള്ള, ഒരു ഡിഫെൻസീവ് നമ്മളെ കൺഫ്രണ്ട് ചെയ്യുന്ന രീതിയിലുള്ള, എപ്പോഴും നമ്മളെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ അങ്ങനെ കാണിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ പറയുന്നത് ദിസ് പേഴ്സൺ ഹാസ് ഗോട്ട് എ ടോക്സിക് ഈഗോ എന്ന് പറയുന്നത്. കാരണം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ സാധാരണ ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു സാധാരണ നമ്മൾ കാണുന്ന കീ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് ഇത്, അതുപോലെ തന്നെ അതെന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, എന്ത് കോസസ് ഒക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണ്. അവർക്ക് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഭയങ്കരമായിരിക്കും. അവർ ഭയങ്കര അരഗൻ്റ് ആയിരിക്കും. ആ നാർസിസിസം ഇതിനകത്ത് വൺ ഓഫ് ദ മെയിൻ ഇതാണ്. അപ്പം നാർസിസത്തിൽ നമുക്കറിയാമല്ലോ അവരെങ്ങനെയാണെന്നുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലേറ്റഡ് ഓഫ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസും ഒക്കെ ഉള്ള. അതുപോലെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോളജൈസ് ചെയ്യാനായിട്ട്. അതുപോലെ ദേ വോണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എടുക്കില്ല. റെസ്പോൺസിബിലിറ്റി ഫോർ അവർ മിസ്റ്റേക്സും അവർ എടുക്കില്ല. അതുപോലെ തന്നെ അവർക്ക് വേണ്ടൊരു കാര്യമാണ് നീഡ് ഫോർ കൺട്രോൾ. അതായത് ഭയങ്കര ഡെസ്പറേറ്റ് ആയിരിക്കും. അവരുടെ സിറ്റുവേഷനെയും അവരുടെ ആളുകളെയും അവരുടെ കൂട്ടത്തിലുള്ളവരെയൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനും മൈക്രോ മാനേജ് ചെയ്യാനും, ഞാൻ പറയുന്നതേ നടക്കൂ, എൻ്റെ വേയിൽ മാത്രമേ പോകാൻ പറ്റൂ. അതിപ്പോൾ ഒരു കറി വെക്കുന്നതായാലും ശരി, നിങ്ങളിരുന്ന് ഉടുപ്പായാലും ശരി, നിങ്ങൾ പുറത്ത് പോകുന്നതോ എന്ത് കാര്യമില്ല, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിലും ഞാൻ പറയുന്നതും ഞാൻ എടുക്കുന്നതും, കാരണം എനിക്കാണ് അറിയാവുന്ന എൻ്റെ രീതിയാണ് ശരി എന്നുള്ളതാണ്. അവിടെ വളരെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ഡാമേജ് എന്ന് പറയുന്നത് they have all the tendency to dismiss others' opinion. അവരുടെ ഒപ്പീനിയൻ വരുന്നത് എല്ലാത്തിനെയും ഡിസ്മിസ് ചെയ്യും. കാരണം മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനോ അവരുടെ ഒരു റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഇതായിട്ട് വരുന്നതിനെല്ലാം അവർ ഡിസ്മിസ് ചെയ്യും. മറ്റാളുകളെ അവർക്ക് വാല്യൂവേ കാണത്തില്ല. അവരുടെ എക്സിസ്റ്റൻസിനെ അവർ ഡിസ്മിസ് ചെയ്യും. അപ്പം നമ്മൾ സാധാരണ വീടുകളൊക്കെ കാണാറുണ്ട് ഇങ്ങനെയുള്ള ഹെഡ് ഓഫ് ദ ഫാമിലി എന്നൊക്കെ പറയുന്നവരൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്നത്. എന്താ അങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോസ് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് വളരെ ഇൻസെക്യൂർ ആയിരിക്കും. അവർക്ക് പേടിയാണ് മറ്റുള്ളവരെ എന്നെക്കാളും മുകളിലാവുമോ, അല്ലെ എനിക്ക് വാല്യൂ തരാതിരിക്കുമോ, എന്നെ അവർ സൈഡ് ലൈൻ ആക്കി കളയുമോ, എൻ്റെ ഒപ്പീനിയൻസും എൻ്റെ വ്യൂസിനും യാതൊന്നും ഇത് കിട്ടാതിരിക്കുമോ എന്നുള്ളതിന് വരുമ്പോൾ അവർക്കത് സുപ്യൂരിറ്റി കാണിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ മോസ്റ്റ്ലി ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് അവരുടെ ഇൻസെക്യൂരിറ്റിനെ കവർ ചെയ്യുന്ന എന്താ പറയുക, ഒരു മറയായിട്ടും, അതുപോലെ തന്നെ അവരുടെ ഫ്രജൈൽ സെൽഫ് ഇമേജിനെയും ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവരിങ്ങനെ മോസ്റ്റ്ലി ഇങ്ങനെ ഒരു ഡിഫെൻസീവായിട്ടും അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവർക്ക്
അവരുടെ ക്രിറ്റിസിസം എന്ന് പറയുന്നവർക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ടോക്സിക് ഈഗോ ഉള്ളവർ. അതുപോലെ തന്നെ ദേ വോണ്ട് കോൺസ്റ്റന്റ് വാലിഡേഷൻ. ഇതെല്ലാം നമുക്ക് ഈ നാർസിസം എന്നുള്ള ആ ഒരു ബിഹേവിയർ പാറ്റേണിലേക്ക്, നമുക്ക് ആ ട്രേറ്റ്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ടോക്സിക് ഈഗോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ കോൺസ്റ്റന്റ് വാലിഡേഷൻ എന്ന് പറയുന്നത് അവർ എപ്പോഴും അവർക്ക് അഡ്മിറേഷനും പ്രൈസ് ഫ്രം അതേഴ്സ് വേണം. ഇനിയിപ്പോൾ നമ്മൾ അവരങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യത്തു, എന്നിട്ട് അവരത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. മൈ സെൻസ് ഓഫ് സെൽഫ് വർത്ത് ഭയങ്കരമായിട്ട് കാണിക്കുകയും ചെയ്യും. അതുപോലെ അവരുടെ എൻടൈറ്റിൽമെന്റ് ആൻഡ് അവരുടെ അരഗൻസ്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലത്തെ എൻടൈറ്റിൽമെന്റും അരഗൻസുമാണ് ചെയ്യുന്നത്. ഞാനാണ് സുപ്പീരിയർ, ഞാനാണ് സ്മാർട്ട്. ഇനിയിപ്പോൾ അവർക്കത് പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെയൊക്കെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി, എൻ്റെ ബ്രെയിൻ, എൻ്റെ ഇതൊക്കെ എത്ര വല്ല ഹൈ ആണെന്ന് അറിയാവോ എന്നുള്ള രീതിയിൽ അവർ പറയും. അതുപോലെ ദേ ലാക്ക് എംപതി. അത് മറ്റു മനുഷ്യരുടെ മേളിൽ അവരുടെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക, അവരുടെ മിസ്റ്റേക്ക് എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ചോയ്സ് എടുക്കുമ്പോഴോ അതിനി നമ്മുടെ ഒത്തിരി പേര് കൂടി എല്ലാവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണെങ്കിൽ പോലും ഒരു വ്യക്തികളുടെ പോലും പെർസ്പെക്റ്റീവോ അവരുടെ ഐഡിയാസോ കേൾക്കില്ല. അത് ഓഫീസിലാണെങ്കിൽ കോവർക്കേഴ്സിൻ്റെയോ കൊളീഗ്സിൻ്റെയോ ഒന്നും കേൾക്കില്ല, ടീം മെമ്പേഴ്സിൻ്റെ കേൾക്കില്ല, വീട്ടിലെ മെമ്പേഴ്സിൻ്റെ ഒന്നും കേൾക്കില്ല. ഇപ്പം വീട്ടിൽ എത്ര നമ്മളിപ്പം ലൈഫ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഇരുന്നിരിക്കുന്ന അതൊന്നും ആ പാർട്ട്ണറിനെ അവർ കേൾക്കില്ല. അപ്പോൾ അവരുടെ ചിന്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ദേ ആർ ഓൾവേസ് റൈറ്റ് ആൻഡ് ദേ ഹാവ് ഓൾ ദ ബെസ്റ്റ് ആൻസേഴ്സ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്, അവരെന്ത് ഇമ്പാക്റ്റാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നമാണ്. ആ റിലേഷൻഷിപ്പ് ഒന്നും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളതോ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതോ ഉണ്ടാക്കാൻ അവർക്ക് പറ്റില്ല. ഒന്നില്ലെങ്കിൽ അവിടെ കൂടെ നിൽക്കുന്നവർ പേടിച്ച് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിൽക്കണമല്ലോ എന്നോർത്ത് അവരും ഫിയറിന്റെ പുറത്ത് എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിന്ന് അങ്ങനെയുള്ള രീതിയിൽ. അപ്പം ഒരു കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് ഡിസ്ട്രക്ഷൻ എന്നുള്ളതാണ് ഒരു ടോക്സിക് ഈഗോ ഉണ്ടാക്കുന്നത്. അവർ ഇൻഡിവിജ്വൽസിനെ ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്യും. അവർ ചിലപ്പോൾ ചില ഏലിനേറ്റഡ് ഫോളോവേഴ്സ് ഒക്കെ അങ്ങനെ ഉണ്ടാകുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ എനിക്കറിയാം ഇതിങ്ങനെയല്ല നടക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ ഈ വഴി എൻ്റെ കാര്യവും ചെയ്ത് പോവുക എന്നുള്ളതിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ആ ഡീപ്പ് സീറ്റഡ് ഇൻസെക്യൂരിറ്റി കൊണ്ടും അവരുടെ സെൽഫ് എസ്റ്റീം ഭയങ്കര ലോ ആയതുകൊണ്ടുമാണ് ഇവരിങ്ങനെ ചെയ്യുന്ന. റീസൺസ് അവരുടെ പാസ്റ്റ് ട്രോമ ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. അവർക്ക് ചൈൽഡ്ഹുഡിലും അതുപോലെയൊക്കെയുള്ള ട്രോമയിൽ അവരുടെ ഭയങ്കരമായിട്ട് വൾണറബിൾ ആയിരിക്കും. ഇമോഷണൽ വൾണറബിലിറ്റി ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക്, അതിനകത്തും സൂപ്പർഫിഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും നോക്കുന്നവരായിരിക്കും ഇവർ. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അച്ചീവ്മെന്റ്സിലും അപ്പിയറൻസസിലും ആയിട്ടാണ് മോസ്റ്റ്ലി അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ടോക്സിക് ഈഗോ ഉള്ളവർ. അതുപോലെ അവരുടെ അടുത്ത് നിങ്ങൾ ഉപകാരത്തിനായാലും ഉപദ്രവത്തിനായാലും നമുക്ക് അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാനും പറ്റത്തില്ല, അവർ സമ്മതിക്കത്തുമില്ല. ഇനി നമ്മൾ ഈ ഒരു ടോക്സിക് ഈഗോ വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് തോന്നുകയാണ് ഇനി നമുക്കെങ്ങാനും അങ്ങനെ ഉണ്ടോ. നമുക്കറിയാം ടോക്സിക് ഈഗോ ഉള്ളവരുടെ അടുത്തുനിന്ന് നമ്മൾ മാറി നിൽക്കുക, നമ്മുടെ ബൗണ്ടറി നല്ലപോലെ സെറ്റ് ചെയ്യുക, നമ്മൾ അവരെ ഡീൽ ചെയ്യാൻ പഠിക്കണം. പക്ഷെ ടോക്സിക് ഈഗോ എങ്ങാനും നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മളൊരു ഇൻസെക്യൂർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളെ സെൽഫ് അവയർനെസ് നല്ലതുപോലെ നമ്മൾ വളർത്തിക്കൊണ്ട് വരാൻ നോക്കണം. എങ്ങനെയാണ് ഞാൻ, പക്ഷേ ഇതിനകത്തുള്ള വരുന്ന ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോക്സിക് ഈഗോ ഉള്ളവർ മിററിന് മുമ്പിൽ അവരെ മാത്രമേ കാണത്തുള്ളൂ, വേറൊന്നും കാണത്തില്ല. അവർ ഇതിങ്ങനെയാ, അവരെ തന്നെ ഇങ്ങനെ ആക്കി നിർത്തണം എന്നും പറഞ്ഞു പോകുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് അവയർനെസ് അവരിലേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് വരാതെ അവരിൽ നിന്ന് ഈ ടോക്സിക് ഈഗോ മാറില്ല. അവരിൽ എമ്പതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വാലിഡേഷനിലേക്കുള്ള നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ നമുക്ക് ആ ഏർജൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമ്മളിൽ ഒരു സെൽഫ് കൺട്രോൾ, ഇമോഷണൽ മാനേജ്മെന്റ്, നമ്മൾ പറയും ഐസ് കോമ്പിറ്റൻസ് എന്ന് പറയും. ഇന്റലക്ച്വൽ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ കോമ്പിറ്റൻസ് ഒക്കെ നമ്മളുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു ഏർലിയർ നമ്മൾ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇന്റർപേഴ്സണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റഗ്രേഷനിൽ നമുക്ക് ഈഗോസ് വരുന്നതിനെ നമ്മളിങ്ങനെ തരം തിരിക്കുന്നതായിട്ട് ഒരു 4 കാറ്റഗറി ആയിട്ട് വരും. അതൊന്ന് ഇമ്പൾസീവ് ഈഗോ ഉള്ള ആളുകൾ,
അതുപോലെ തന്നെ കൺഫോമിസ്റ്റുകൾ, അതായത് ട്രഡീഷണൽ വാല്യൂസ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ ഇതിനോടൊക്കെ കൺഫേം ചെയ്ത് നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമുക്ക് ഉപദേശങ്ങൾ വരുമ്പോൾ അതിനോട് കൺഫേം ചെയ്ത് നിൽക്കുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് ശരി, ഇത് മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ ആളാണ്, അതാണ് ശരി, ഇപ്പോൾ മോഡേൺ ഒന്നും ശരിയല്ല എന്ന് പറയുന്നതാണ് കൺഫോമിസ്റ്റുകൾ. കോൺഷ്യന്റിയസ്നെസ് എന്ന് പറയുന്നത് അവർ വളരെ നല്ല രീതിയിൽ നോക്കി, വളരെ ഫോക്കസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ടിലൂടെ വളരെ രീതിയിൽ റിസൾട്ട് കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ഓട്ടോണമസ് ആയിട്ടുള്ള ഈഗോ ഉള്ള ആളുകൾ, അത് ഓട്ടോണമസ് പീപ്പിൾ. അപ്പൊ ഈ ഓട്ടോണമസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിപ്പെൻഡന്റ് ആകാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ ഓട്ടോണമസ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരാൾ ടോക്സിക് ഈഗോ ഉള്ളവരായിരിക്കും, കൺഫോമിസ്റ്റുകളും ടോക്സിക് ഈഗോ ഉള്ളവരായിരിക്കും. കാരണം അവർ അതിൽ കൺഫേം ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കോൺഷ്യന്റിയസ്നെസ് ആൻഡ് ഓട്ടോണമസ് ആയിട്ടുള്ള ആളുകളാണ് ആ ടോക്സിക് ഈഗോ ഇല്ലാതെ വരിക. അപ്പൊ നമ്മൾ കോൺഷ്യന്റിയസ്നെസ്സും ഓട്ടോണമിയും ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ടോക്സിക് ഈഗോയുടെ എന്തെങ്കിലുമൊക്കെ ട്രേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മുടെ സെൽഫ് അവയർനെസ്, നമ്മുടെ എംപതി, നമ്മൾ കുറച്ചൊക്കെ പ്രാക്ടീസിങ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ആളുകളെ ഒന്ന് മനസ്സിലാക്കാനും കാണാനും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരെ ഒന്ന് കേൾക്കാനും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചൊക്കെ നമുക്കൊന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ആളുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവർ ലിസൺ ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേനും പലപ്പോഴും ആളുകൾ ഇങ്ങനെ നമ്മളെ ഡിസ്മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് 3 തരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറയാൻ പറ്റും: പാസീവ് കമ്മ്യൂണിക്കേഷൻ, ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എൻഗേജിങ് കമ്മ്യൂണിക്കേഷൻ. അത് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വരുന്ന ലിസണിങ്ങിനെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. നമ്മൾ ലിസൺ ചെയ്യുക, ലിസൺ ചെയ്യുമ്പോൾ പാസീവായിട്ട് ലിസൺ ചെയ്യും, ചിലർ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യും, ചിലർ എൻഗേജിങ് ആയിട്ട് ലിസൺ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ്ലി ഈ ടോക്സിക് ഈഗോ ഉള്ളവരെല്ലാം പാസീവ് ലിസണേഴ്സ് ആയിരിക്കും. അവർ ലിസൺ ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നത്തില്ല, നമുക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അതിന്ന് മാറി കുറച്ചൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ആക്റ്റീവായിട്ടെങ്കിലും എന്താ കാര്യം, എങ്ങനെയാണ് അവർ പറയുന്നത്, എന്താണെന്നൊക്കെ ഒന്ന് നോക്കാനും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരു ടോക്സിക് ഈഗോ ഉള്ള ഒരാളുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവരെ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടും അധികം എൻഗേജ്മെന്റ് നമ്മൾ കൊടുക്കാതെ നമ്മുടെ ബൗണ്ടറീസിനെ ഒന്നും അവർ ബ്രേക്ക് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകാനൊന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ അമ്മിക്കല്ല് മെത്തേഡ് പോലെ അങ്ങോട്ടൊന്നിട്ടുണ്ട് ഇങ്ങോട്ടൊന്നിട്ടുണ്ട്, അധികം കിസ് മെത്തേഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പതുക്കെ ഇവരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അന്നേരം പോലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ റൈറ്റ്, ദിസ് ഇസ് മൈ റൈറ്റ് ആൻഡ് ഐ ഹാവ് all the capability and capacity to make that happen എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഇതെനിക്ക് വേണ്ട ഒരു കാര്യമാണ്, ഇതെൻ്റെ റൈറ്റ് ആണ്, സോ ഐ എം കേപ്പബിൾ ആൻഡ് ഐ ഹാവ് ഓൾ ദ കപ്പാസിറ്റി ടു ഡു ഇറ്റ് എന്നുള്ളതിലേക്ക് എൻഷുർ ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓട്ടോണമി ഡെവലപ്പ് ചെയ്ത്, ഏജൻസി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ടോക്സിക് ഈഗോസിനെ മാനേജ് ചെയ്യാൻ പറ്റുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവ് ആയിട്ടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.